പ്രിയരെ, വികസിത രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ നമ്മിൽ പലരും ആഗ്രഹിക്കാറുണ്ട്. നന്മയും ക്ഷേമവും തേടി നാം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ചേക്കേറുക സ്വാഭാവികം. അപ്രകാരം 5 പതിറ്റാണ്ടുകൾക്കപ്പുറം ബഹ്റൈനിലെ നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് അന്റാർട്ടിക്കയിലേക്ക് കുടിയേറുന്ന ഒരു സാങ്കല്പിക കുടുംബം ജീവിതത്തിലെ ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ച് ദൃശ്യാവിഷ്കാരമായി നമ്മോട് പങ്കുവെക്കുന്നു. ദൈവരാജ്യ കുടിയേറ്റം. ഇഷ്ടപ്പെട്ട സാധനം കഴിക്കുമ്പോഴാ ഒരു ബെല്ലടി. യെസ്, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് മിസ്റ്റർ ഐസക് കുര്യൻ അല്ലേ? ഞാനാ സർ. ഒരു കൊറിയർ ഉണ്ട്. ഓക്കെ. ഇവിടെ ഒന്ന് സൈൻ ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു താങ്ക് യു. അന്നമ്മേ. ഓ, എന്തൊരു അലർച്ച! ഹല്ലേലൂയാന്ന് പോലും ഇത്ര ഉച്ചത്തിൽ പറയില്ലല്ലോ. അന്നമ്മേ, നമ്മുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ഇതാ ഇന്നൊരു മറുപടി കിട്ടിയിരിക്കുന്നു. അബ്രഹാമിനും സാറയ്ക്കും മറുപടി കിട്ടിയതുപോലെ. അയ്യേ, അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ ഈ വയസ്സാം കാലത്തോ? എടീ, നമ്മുടെ 53 വർഷത്തെ ബഹ്റൈൻ പ്രവാസ ജീവിതം അവസാനിക്കാൻ പോകുകയാ. എന്ത്? കേട്ടാ തോന്നും ബാബേൽ പ്രവാസത്തിന് വിടുതൽ കിട്ടി യെരുശലേമിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്ന യഹൂദന്മാരെ പോലെ ആയിരുന്നു നമ്മളെന്ന്. നീ നോക്കിയേ. പെർമനന്റ് വിസ ടു അന്റാർട്ടിക്ക. ഓ, അത്രേ ഉള്ളു? അതിന് ഇത്ര സന്തോഷിക്കാൻ എന്താ? അന്റാർട്ടിക്ക എന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും ഭയങ്കര പുളകം. അവിടുത്തെ സുഖവാസം അത് തന്നെ കാരണം. നിങ്ങളല്ലേ പാടാറ് ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ടാന്ന്? എടീ, അങ്ങനെ പാടരുതെന്നാണ് ഞാൻ പറയാറ്. ഹൃദയത്തിൽ ആഗ്രഹം വെച്ച് അതരം കൊണ്ട് അങ്ങനെ പാടിയിട്ട് എന്താ കാര്യം അന്നമ്മേ? ഈ പ്രായത്തിൽ എനിക്ക് അങ്ങനെ പാടാൻ കഴിയും. എനിക്ക് വല്ല വിധേനെ സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ വസിച്ചാ മതി. നീ പറഞ്ഞത് ശരിയാ. എവിടെ പോയാലും ഏത് നിലയിലായാലും അതായിരിക്കണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. എന്നാലും ഞാൻ ചോദിക്കാം, അതൊരു സ്വകാര്യമാണ് കേട്ടോ. ഇനി നമുക്കൊരു ജന്മം കൂടി കിട്ടിയാൽ എന്റെ ഭാര്യയെ ഇരിക്കാൻ നിനക്ക് ഇഷ്ടമാണോ? അതൊന്നും എനിക്ക് ആലോചിക്കേണ്ടി വരും. ഇത്ര സഹിച്ചില്ലേ, അത് പോരെ? ഓ, എന്ത് സഹിച്ചു? ഓർമ്മയില്ല അല്ലേ? 10-35 വർഷം മുമ്പ് നിങ്ങൾ എന്നെ ആ ചർച്ചിലോടുള്ള വഴി നിർത്തിയിട്ട് ഇപ്പൊ വരണ്ടെന്ന് പറഞ്ഞു പോയിട്ട് എപ്പോഴാ വന്ന്? പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിച്ച സാധനങ്ങൾ അവിടെ തന്നെ വെച്ച് കാശ് കൊടുത്ത് വീട്ടിൽ വന്ന് സാധനം കാണാതിരുന്നപ്പോ എന്നോട് ദേഷ്യപ്പെട്ടത് ഓർമ്മയുണ്ടോ? വർഷം കുറെ ആയില്ലേ, എങ്ങനെ ഓർക്കാനാ? ഞാൻ ഓർമ്മിപ്പിക്കാം. മൂത്തോൾക്ക് അന്ന് 12 വയസ്സ്. അവളുടെ ട്യൂഷൻ കഴിഞ്ഞ് രാത്രി റോഡിൽ കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് അവള് പിക്ക് ചെയ്യാതെ കൈയും വീശി വീട്ടിൽ വന്ന് കയറാതെ ഓർമ്മയുണ്ടോ? എന്നിട്ട് ചോദിക്കാം അടുത്ത ജന്മത്തിൽ എന്റെ ഭാര്യയാകാൻ ഇഷ്ടമാണോ? ഞാനൊന്ന് പരീക്ഷിച്ച് ചോദിച്ച എന്റെ പൊന്നമ്മേ, നിന്നെ ഭാര്യയായി വീണ്ടും കിട്ടിയാൽ എന്റെ ഉറക്കം കിട്ടുമോന്ന് എനിക്കറിയാം. എനിക്കെന്താ കുഴപ്പം? നിനക്ക് ഹിന്ദി അറിയില്ലല്ലോ. അതുകൊണ്ട് ഓർമ്മയുണ്ടോ ആ കെ ബാദ് കെ പെഹലെ? അറിയാം, മുമ്പും പിമ്പും. അത് തന്നെ ഞാൻ പറഞ്ഞത്. എടി അന്നമ്മേ, കുറെ വർഷം മുമ്പ് ഹിന്ദിക്കാരനായ ഒരു ലോണ്ടറി മനുഷ്യൻ കപ്പിടേ ക്യാ
എന്ന് ചോദിച്ച വെള്ളിയാഴ്ചകളിൽ രാവിലെ 7 മണിക്ക് ബെല്ലടിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഉറങ്ങാൻ വേണ്ടി ഞാൻ നിന്നോട് പറഞ്ഞില്ല അയാളോട് അടുത്ത പ്രാവശ്യം മുതൽ ആധാ കണ്ടേക്ക് ബാദ് ആവോന്ന് പറയാൻ. പറഞ്ഞല്ലോ. പറഞ്ഞു. പക്ഷെ അടുത്ത പ്രാവശ്യം അയാൾ 1/2 മണിക്കൂർ നേരത്തെ വന്ന് ബെല്ലടിച്ച് എൻ്റെ ഉറക്കം വീണ്ടും കെടുത്തി. ചോദിച്ചപ്പോ അയാൾ പറയാ, മാഡം മേരേക്കോ ആധാക്കാന്റെ പേല ആനേക്കോ പോലെ എന്ന് പറഞ്ഞതാണ്. അന്ന് മുതൽ നീ എന്റെ ഉറക്കം കെടുത്താൻ നോക്കുന്നതാ. ഇപ്പൊ മനസ്സിലായി. മൈക്കിളെ, എന്താ രണ്ടുപേരും തമ്മിൽ ഷണ്ടയാണോ? ഷണ്ട ഉണ്ടായാലും ഞങ്ങൾ അന്നും ഇന്നും എന്നും നല്ല സ്നേഹത്തിൽ തന്നെ. നല്ല സ്നേഹം. അല്ല, വിട്ടുവരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടിയിരിക്കുന്നത് അത്യുത്തമം ഇന്ന് കുറച്ച് നാൾ നമ്മൾ പ്രസംഗിച്ചത് കേട്ടെ. ഇതും കൂടെ കണ്ടപ്പോ ഒരു ചെറിയ ഡൗട്ട് അടിച്ചു, അതുകൊണ്ട് വെച്ചതാ. അതെ മൈക്കിളെ, തൽക്കാലം ഞങ്ങൾ വിട്ടുപിരിയ. എന്ത്, ഈ പ്രായത്തിലോ? ഓ മൈക്കിള്, ഞങ്ങൾ തമ്മിലല്ല, ഞങ്ങൾ ഒരുമിച്ച് ഈ ബഹ്റൈൻ മണ്ണിനോട് യാത്ര പറഞ്ഞ് അന്റാർട്ടിക്കയിലേക്ക് കുടിയേറുന്നു. അയ്യോ, അവൻ ആര് താങ്കൾ? പത്രോസിനോട് കർത്താവ് ഓ സാത്താനെ എന്ന് പറഞ്ഞതുപോലെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേട്ടോ മൈക്കിളെ. പോകുന്നതിൽ വിഷമമുണ്ട്. ഈ രാജ്യത്തിൽ എൻ്റെ ശുശ്രൂഷകൾക്ക് വിരാമമിടാൻ സമയമായി എന്നതാണ് കുറെ കൂടെ ശരി. അന്നമാനിയുടെ കേക്കിന്റെ രുചി ഇപ്പോഴും നാവിലുണ്ട് കേട്ടോ. ഒക്കല്ലേ മൈക്കിളെ? മൈക്കിളെ, അതെല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. പിന്നെ എന്റെ പ്രസിദ്ധീകരണങ്ങളിൽ ഞാൻ എഴുതാറുള്ള കറിക്കൂട്ടിന് ചേരുവകളുണ്ടല്ലോ, അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ. അല്ല, ഇതിനോട് സ്മിത് എന്താ പ്ലാനുകളെ? അല്പം വിശ്രമം ആവശ്യമാണ്. എൻ്റെയും അന്നാമേൻ്റെയും നീണ്ടകാല ജീവിതാനുഭവ കുറിപ്പുകളോടെ ദൈവനാമത്തെ ഉയർത്തി ഒരു പുസ്തകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നു. ആമേൻ, അങ്ങനെ തന്നെ നടക്കട്ടെ. എങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തോട് ഈ അവസരത്തിൽ അങ്കിളിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്, പറയാം. ശ്രദ്ധിച്ചോളൂ. ജീവിതം ഒന്നേ ഉള്ളൂ. സോഷ്യൽ മീഡിയകൾക്കും ലോക ഇമ്പങ്ങൾക്കും അടിമപ്പെട്ടു അത് വെറുതെ പാഴാക്കരുത്. സത്യം. ആൻറ്റിക്ക് എന്തെങ്കിലും? മൈക്കിളെ, പ്രതിസന്ധികളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാൽ നിരാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചാൽ അതെല്ലാം പരിഹരിക്കപ്പെടും എന്ന് ഞങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കി മൈക്കിളെ. മൈക്കിളെ, അതുകൊണ്ട് ഓർക്കുക, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകൾ ജീവിച്ച എനിക്ക് അല്ല, ഞങ്ങൾക്ക് ദൈവത്തെ സാക്ഷി നിർത്തി അത് മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾക്ക് ഒന്നറിയുന്നു മൈക്കിളെ, ഈ അനുഭവങ്ങളെല്ലാം ഞങ്ങൾക്ക് നിത്യജീവനെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ദൈവം പര്യാപ്തമാക്കി തന്നു. ദൈവം നല്ലവൻ. ഹി ഈസ് ഓൾവേസ് ഗുഡ്. ശരി അങ്കിൾ, ആൻറ്റി, ഞാൻ പോകട്ടെ. ശരി മൈക്കിളെ. അതെ, ഗ്രീൻ കാർഡ് കിട്ടിയ അന്റാർട്ടിക്കാരായി ജീവിക്കുമ്പോഴേ എന്നെയും കൂടെ ഓർക്കണേട്ടോ. പിന്നെന്താ? ആ വാക്ക് തരാനൊക്കില്ല മൈക്കിളെ. രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് അപേക്ഷിച്ച കള്ളനോട് എന്നോട് കൂടെ പർദീസയിലിരിക്കും എന്ന് യേശു മറുപടി പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും നിത്യതയിൽ കാണാം എന്നേ എനിക്ക് പറയാനുള്ളൂ. അതെ, അത് മാത്രം മതി എനിക്ക്. കർത്താവിൻ്റെ 2ാം വരവിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. ബൈ ബൈ. ബൈ മൈക്കിൾ. പ്രിയരെ, രാജ്യങ്ങൾ കുടിയേറുന്നതും അവിടുത്തെ പൗരത്വം ലഭിക്കുന്നതും നല്ലത് തന്നെ. എന്നാൽ ഓർക്കുക, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നിത്യജീവൻ പ്രാപിച്ച്
സദാ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ കർത്താവിനോടുകൂടെ വസിക്കേണ്ടതിന് ദൈവനാമ മഹത്വത്തിനായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്കിടയായാൽ ജീവിതം ധന്യമായി തീരും. ആയതിനാൽ വരുവാനുള്ള നിത്യതയാകട്ടെ എന്നും നമ്മുടെ മനസ്സുകളിൽ. താങ്ക് യു.